വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോഴത്തേനും കുറച്ച് ഷോപ്പിംഗ് വ്ളോഗ് ആട്ടോ. എന്താന്ന് വെച്ചാൽ പാത്തുവിൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സും ഷൂവും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കാമെന്ന് കരുതിയിട്ടാണ് ഇരുന്നത്. അപ്പോഴാണ് നമ്മുടെ ലുലുവിൽ ഓഫറുള്ള കാര്യം ആലോചിച്ചത്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് ഞാൻ ഇക്കാട്ട് പറഞ്ഞു. അപ്പോൾ മെയിൻ കാരണം ഷോപ്പിംഗ് നടക്കും, പിന്നെ പാത്തുവിനെ ഒന്ന് അവിടുത്തെ ഫെൻറ്റൂറയിലൊക്കെ ഒന്ന് കയറ്റണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ ലുലുവിലേക്ക് പോയി. സമയം എറണാകുളത്തിൻ്റെ ആ ഒരു ബ്ലോക്ക് അറിയാമല്ലോ. ഞങ്ങൾ 1 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 4 മണിയായി ലുലുവിൽ വന്ന് കയറിയത്. കാരണം അത്രയും ബ്ലോക്കായിരുന്നു എറണാകുളത്ത്. ആ സമയത്ത് ഭയങ്കര ബ്ലോക്കായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ലുലുവിലേക്ക് എത്തി. പിന്നെ ക്രിസ്മസ് ഒക്കെ ഇപ്പം റീസെൻ്റ്ലി കഴിഞ്ഞതുകൊണ്ട് തന്നെ ആ ട്രീ ഒന്നും അവിടെ നിന്ന് എടുത്ത് കളഞ്ഞിട്ടില്ല കേട്ടോ. ഏറ്റവും വലിയ ട്രീ അല്ലേ. ഇപ്പോൾ കാറിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ ടോപ്പ് ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രയും വലിയ ട്രീ ആയിരുന്നു. അതെടുത്ത് കളഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്കത് കാണാൻ പറ്റി കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാർ പാർക്കിംഗ് കഴിഞ്ഞിട്ട് നേരെ താഴത്തെ ലിഫ്റ്റിൽ കൂടെ കയറി മെയിൻ എൻട്രൻസിലേക്ക് ചെല്ലാമെന്ന് കരുതി. അപ്പം തൊട്ടപ്പുറത്ത് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ കയറാം. തൽക്കാലം ബാക്കിയുള്ള കാര്യങ്ങളും പർച്ചേസിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് കയറാമെന്ന് കരുതി. അപ്പോൾ നേരെ പാത്തുവിനെയും കൊണ്ട് ഞങ്ങൾ ആദ്യം പോയത് ലുലു ഫാഷനിലേക്കായിരുന്നു. കാരണം ലുലു ഫാഷനിൽ കയറിയിട്ട് അവിടുന്ന് പാത്തുവിന് ബർത്ത്ഡേക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സ് കിട്ടുമെന്ന് അന്വേഷിക്കാനാണ് പോയത്. കാരണം പാത്തുവിന് പാർട്ടി വെയർ ഒന്നും വേണ്ടാന്ന് ഞങ്ങൾ വെച്ചു. കാരണം അതൊക്കെ ആ ഒരു ദിവസത്തേക്ക് ഉപയോഗിച്ചിട്ട് അത് നേരെ മടക്കി വെക്കലാണ്. നമ്മുടെ വലയൊക്കെ പോലത്തെ വലിയ സിൻഡ്രല്ല ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് ഒന്നും പുള്ളിക്കാരി ഇടൂല. ഇഷ്ടമല്ല, മേത്ത് ഇറിറ്റേറ്റഡ് ആവും വളരെ. അപ്പോൾ അത് കാരണം ഞാൻ കാഷ്വലായിട്ട് ജീൻസും അല്ലെങ്കിൽ ഷോർട്സ്, ബനിയൻ അങ്ങനത്തെയൊക്കെ എടുക്കാമെന്നാണ് ഞങ്ങൾ കരുതിയത്. അപ്പോൾ ലുലു ഫാഷനിൽ വന്ന് നോക്കിയപ്പം അവിടെ കയറി എന്നോടത്ത് കുഞ്ഞുങ്ങൾക്ക് വീട്ടിലിടാൻ പറ്റിയ കുറേ ഡ്രസ്സുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓഫറായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു 6-7 എണ്ണം, കുറച്ച് ബനിയനും ഒരു ട്രാക്ക് പാൻറ്റും അങ്ങനെ കുറച്ച് സാധനങ്ങൾ പാത്തുനെ വീട്ടിലിടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലുലു ഫാഷനിൽ നിന്ന് ആ ഒരു സംഭവം മാത്രമേ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഒരു ബർത്ത്ഡേക്ക് ഇടാൻ പറ്റുന്ന രീതിക്കുള്ളതൊന്നും ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ മിക്കപ്പോഴും ഫ്രോക്ക് അങ്ങനത്തെ സാധനങ്ങൾ ആണ് കൂടുതലും എടുക്കാറ്. അപ്പോൾ ആ ഒരു ഇതൊന്നും വേണ്ട, ഇനി ജീൻസും ടോപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കാം എന്നാണ് കരുതിയിരുന്നത്. അങ്ങനെ അവിടെ തപ്പി അതൊന്നും കിട്ടാതെ വന്നപ്പോൾ വേറെ ഷോപ്പിൽ പോയി അന്വേഷിക്കാൻ കരുതി. അതായത് ഇവിടെ തന്നെ കിഡ്സ് ഷോപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ അന്വേഷിക്കാൻ കരുതി. അപ്പോൾ ആ പോണ വഴിക്ക് തന്നെ എനിക്ക് ബാഗ് മേടിക്കണമായിരുന്നു. അപ്പോൾ ഒരു ബാഗിൻ്റെ സെക്ഷനിലേക്ക് വന്നു. നല്ല അടിപൊളി ബാഗുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പാത്തുവിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ കൊള്ളുന്ന രീതിക്ക് ഒരു ബാക്ക് പാക്ക് പോലത്തെ ഒരു ബാഗ് വേണമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയ സംഭവം എനിക്ക് കിട്ടി. അതും ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കിനും സാധാരണ നമ്മൾ ബാക്കിലേക്ക് ബാഗ് ഇടുമല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ടാണ്, അതായത് നമ്മുടെ പുറക് സൈഡിൽ, അതായത് നമ്മൾ വെളിയിൽ നിന്ന് കാണുന്ന സൈഡല്ല, അതിൻ്റെ ഉള്ളിലാണ് സിബ് വന്നത്. അതായത് അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ സാധനങ്ങളൊക്കെ വെക്കുന്നത്. അതായത് ആ പുറം അപ്പം ഫുൾ ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. കുറച്ച് സേഫായിട്ട് തോന്നിക്കുന്ന ഒരു ബാഗായിരുന്നു കേട്ടോ അത്. അപ്പോൾ അത് ഇഷ്ടമായതുകൊണ്ട് അതെടുത്തു. പിന്നെ ഓഫർ ആയതുകൊണ്ട് തന്നെ അവിടെ ചവിട്ടി, പിന്നെ അതേപോലെ തന്നെ തലയണ, ബെഡ്ഷീറ്റ് എല്ലാത്തിനും ഓഫർ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 479 രൂപയ്ക്കൊക്കെ തലങ്ങണി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് 2 തലങ്ങണി ഞങ്ങൾ എടുത്തു. പിന്നെ എനിക്ക് ഒരു ലിപ്സ്റ്റിക്ക് മേടിക്കണമായിരുന്നു. അപ്പോൾ ഒരു ലാഗ്മേയുടെ അല്ല, മെബിലിൻ്റെ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്ക് ഞാൻ ഒരെണ്ണം മേടിച്ചു. എന്നിട്ട് അവിടെ തന്നെ ബില്ലടയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ എന്നാൽ അത് അടയ്ക്കാമെന്ന് കരുതി. എൻ്റെ പണിയെന്ന് പറയുമ്പോഴത്തേക്കിനും ഫുൾ ബില്ലിങ്ങും പർച്ചേസിങ്ങും ആയിരുന്നു. കാരണം ഇക്കാക്ക പാത്തുവിൻ്റെ സൈഡായിരുന്നു, പാത്തുവിനെ കൊണ്ട് നടപ്പായിരുന്നു. അത് കാരണം എനിക്ക് വലുതായിട്ട് പാത്തുവിനെ എടുത്തുകൊണ്ട് നടക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ എന്താ, ഞാൻ തന്നെ ഈ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ തന്നെ ഇതെല്ലാം ബില്ലും പേ ചെയ്ത് ഞാൻ തന്നെ ഇങ്ങനെ നടക്കണം. ഇക്കാക്ക പാത്തുവായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങാൻ നേരത്തും ആ ട്രോളിക്കകത്ത് പാത്തുവിനെ ഇരുത്തിയിട്ട് കൊണ്ടുപോകാമെന്ന് കരുതി. ഇതാകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടെ സേഫാണ്. കാരണം ഇവിടെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇറങ്ങി ഓട്ടമാണ്. അതുകൊണ്ട് ഇക്കാക്ക പതുക്കെ ആ ട്രോളിക്കകത്ത് ഇട്ട് ഞങ്ങൾ അവളെ അതിനകത്ത് ലോക്ക് ചെയ്തു. അത് കാരണം ഇറങ്ങി ഓടാനൊന്നും പറ്റിയില്ല. അവിടെ തന്നെ പാത്തു ഇരിക്കുകയും ചെയ്തായിരുന്നു. പിന്നെ നേരെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ വന്നു. അപ്പം പാത്തുവിനൊരു സിപ്പർ മേടിക്കണമായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ ഒരു മിക്കി മൗസിൻ്റെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സിപ്പർ എനിക്ക് അവിടെ നിന്ന് കിട്ടി കേട്ടോ. അപ്പോൾ അത് മേടിച്ച് പാത്തുവിനെ ആ ട്രോളിക്കകത്ത് തന്നെ ഇരുത്തി. അപ്പോൾ സമാധാനമായിട്ട് അവിടെ ഇരുന്നു. പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ വന്നാൽ മെയിനായിട്ട് പോകുന്ന സംഭവം ഫുഡ് സെക്ഷൻ ആട്ടോ. അപ്പോൾ അവിടെ വരുമ്പോൾ മെയിനായിട്ട് പോകുന്നത് ഈ ബേക്കിംഗ് ഏരിയ, പേസ്ട്രീസിൻ്റെ ഏരിയ, പിന്നെ നമ്മുടെ ഫ്രഷ് ഫിഷൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ടല്ലോ, ആ ഒരു ഏരിയയിലൊക്കെയാണ് പോകുന്നത്. പിന്നെ ലുലുവിൽ വന്നാൽ മെയിനായിട്ട് എടുക്കുന്ന ഒരു സംഭവത്തിൽ ഒരെണ്ണമാണ് കുബൂസ് എന്ന് പറയുന്നത്. അവിടുത്തെ കുബൂസ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഗൾഫിൽ കിട്ടുന്ന ആ ഒരു കുബൂസൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് കുബൂസല്ല. അപ്പോൾ അതിനകത്ത് നിന്ന് 2 എണ്ണം ഞങ്ങൾ എടുത്തു. പിന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ എടുക്കുന്ന ഒരു സാധനം മാക്രോൺസ് ആണ്. എനിക്ക് ഇവിടുത്തെ മാക്രോൺസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇക്കാക്ക് ഇഷ്ടമുള്ളതാണ് ഈ ഒരു സംഭവം. ഇത് ഈ കോക്കനട്ടൊക്കെ ചേർന്നിട്ടുള്ളൊരു എന്താ പറയുക, കോക്കനട്ട് ബെൽ പോലെയൊക്കെ തോന്നിക്കുന്നൊരു
ബിസ്ക്കറ്റാണ് സംഭവം. അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു സാധനം ഞാൻ തപ്പി പിടിച്ച് വന്നതാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലുലു പോയപ്പോൾ എനിക്ക് സംഭവം കിട്ടിയില്ല. എന്താണെന്ന് വെച്ചാൽ രസ്മലായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രസ്മലായി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലുലുവിൽ വന്നപ്പോൾ എനിക്കത് കിട്ടിയതേ ഇല്ലായിരുന്നു. അന്ന് അവിടെ അത് തീർന്നു പോവുകയോ എന്തോ ഇല്ലാതെ വരികയോ അങ്ങനെ എന്തോ ചെയ്തു. അപ്പോൾ അത് കാരണം ഇത്തവണ ഉണ്ടാവില്ല എന്ന് കരുതിയാണ് ചെന്നത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്നു രസ്മലായി. അത്രയും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതിന് ഒരു പീസിന് 35 രൂപയാണ്. അപ്പോൾ ഞാനൊരു 3 പീസ് എടുത്തായിരുന്നു. അപ്പം 105 രൂപ. ആ ഒരു 3 പീസിന് എനിക്കും പാത്തൂനും ഇക്കാക്കും ഞങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ് രസ്മലായി. അപ്പോൾ അത് പുള്ളി അത് പാക്കൊക്കെ ചെയ്ത് അത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കിനും ഒരുപാടധികം സ്വീറ്റ്സ് വേറെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് മധുരം ഞാനങ്ങനെ കഴിക്കില്ല. എനിക്ക് മധുരത്തിൽ ഇഷ്ടമുള്ള ചെറിയ ചെറിയ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്തൊരു സംഭവമാണ് രസ്മലായി. അപ്പോൾ അത് മാത്രമേ മേടിച്ചുള്ളൂ. വേറെ സ്വീറ്റൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വന്നത് മിക്സ് യുവർ ഓൺ സാലഡ്. ആ ഒരു ഏരിയ ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടമുള്ള സാലഡ് നമുക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കാം. പിക്കാകെ കുറച്ച് സ്പ്രൗട്ട്സും പിന്നെ ലെറ്റ്യൂസ്, സ്വീറ്റ് കോണ്, പിന്നെ ആപ്പിള് ഒരു സ്വീറ്റ് ആയിട്ടുള്ള രീതിയിൽ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്വീറ്റ് അല്ലാതെ പാസ്തയുടെ ഒരു ഏരിയയും പാസ്തയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് കുറച്ച് പാസ്ത മിക്സും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്ക് പീസ് ഉണ്ടല്ലോ, നമ്മുടെ പുഴുങ്ങിയ കടല, അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഞങ്ങളൊരു സാലഡ് പോലെ ആക്കിയായിരുന്നു. അത് കൊണ്ടുപോയി അവരെ കൊടുത്തു കഴിഞ്ഞാൽ അവരത് വെയിറ്റ് ചെയ്തിട്ട് നമുക്കത് പാക്ക് ചെയ്ത് തരും. വെയിറ്റ് ചെയ്തിട്ട് അവർ ബില്ല് ഇതാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പാക്ക് ചെയ്ത് തരും. അതും മേടിച്ച് അതും വെച്ച് കഴിഞ്ഞിട്ട് നേരെ പോയത് നമ്മുടെ ചിക്കൻ്റെ ആ ഒരു ഏരിയയിലേക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഹോൾ ചിക്കനാണ് ഞങ്ങൾ പറഞ്ഞത്. മലബാർ സ്പൈസ് ആയിട്ടുള്ള ഒരു ഹോൾ ചിക്കനായിരുന്നു പറഞ്ഞത്. ഇതൊക്കെ മേടിച്ച് മേളിൽ പോയി ഫുഡിൻ്റെ ഏരിയയിൽ പോയി കഴിക്കാമെന്നാണ് ഞങ്ങൾ കരുതിയത്. അപ്പോൾ ഒരു ഫുൾ ഹോൾ ചിക്കൻ ഗ്രില്ല് ചെയ്തത് മലബാർ സ്പൈസ് ആട്ടോ. അപ്പോൾ അത് ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ച് അതുമായിട്ട് പോയി. പിന്നെ പോണ വഴിക്ക് ഒരുപാടധികം ബിരിയാണികൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ മട്ടൻ ബിരിയാണി ആയിരുന്നു നോക്കിയത്. പക്ഷേ മട്ടൻ ബിരിയാണി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ഫിഷ് ബിരിയാണി, ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ചോദിച്ചപ്പോൾ അത് തീർന്നു പോയി എന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ ബിരിയാണി വേണ്ട അതൊക്കെ കണ്ടിട്ട് നേരെ ഞങ്ങൾ ഡ്രിങ്ക്സ് എടുക്കാൻ വന്നു. ഡ്രിങ്ക്സ് എടുക്കാൻ വന്നപ്പോൾ എപ്പോഴും നോർമൽ അല്ലേ, എനിക്കിത് കുറേ നാളായിട്ട് ഞാൻ മിക്കപ്പോഴും യൂട്യൂബ് എടുത്തു നോക്കിയപ്പം മിക്ക റീൽസിലും കൊമ്പൂച്ച എന്ന് പറയുന്ന പ്രോബയോട്ടിക് ഡ്രിങ്ക് ഉണ്ടല്ലോ അത് കാണാറുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽക്ക് അത് കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇന്ന് എന്നപ്പം ഞാൻ പറഞ്ഞാൽ അത് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ്, അതായത് കൊമ്പൂച്ചയുടെ ഒറിജിനൽ ടേസ്റ്റ് ഉള്ളത് തന്നെ ഞങ്ങൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ ഫ്രൂട്ട് സെക്ഷനിലേക്കാണ് പോയത്. ഫ്രൂട്ട് സെക്ഷനിൽ പോണ വഴിക്ക് അവിടെ പൈനാപ്പിളിൻ്റെ പുതിയൊരു സ്വീറ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അതിന് ഭയങ്കര മധുരമായിരുന്നു കേട്ടോ, ഭയങ്കര മധുരം. എനിക്കിഷ്ടമല്ല, എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ അത് കാക്കാൻ കൊടുത്തു. ഞാൻ പിന്നെ സ്ട്രോബെറിയും മൽബറി ആയിരുന്നു അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രൂട്ട് സെക്ഷനിൽ വന്നത് തന്നെ. സ്ട്രോബെറി മാത്രം എടുക്കാനാണ് വന്നത്, പക്ഷേ മൽബറിയും കൂടെ കണ്ടപ്പം അത് രണ്ടും കൂടെ എടുത്തു. പിന്നെ സെപ്പറേറ്റ് ഞങ്ങൾ ഒരു കൊക്കക്കോളയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റും സ്പൂണും അങ്ങനെ കുറച്ച് സാധനങ്ങളും എടുത്തിട്ട് നേരെ ബില്ലടിക്കാൻ കൊണ്ടുപോയി. ഇത് ഹൈപ്പർ മാർക്കറ്റ് നമ്മൾ കാർ പാർക്ക് ചെയ്തതിൻ്റെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് പിക്കാക്ക് പറഞ്ഞു ഇത് കൊണ്ടുപോയി നമുക്ക് കാറിൽ വെച്ചിട്ട് മേളിലേക്ക് ബാക്കി കാര്യത്തിനും ഷോപ്പിങ്ങിനും ഒക്കെ പോകാൻ നേരത്തെ, അല്ലെങ്കിൽ ഇതും പിടിച്ചുകൊണ്ട് നമ്മൾ കയറേണ്ട വരില്ലേ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി കാറിലതൊക്കെ വെച്ചു. അപ്പോൾ തന്നെ കൊമ്പൂച്ച കുടിക്കണമെന്നുള്ള കാരണം അത് ആ കാറിലിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും കൂടെ കുടിച്ചു കേട്ടോ. നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ സാധാ ഡ്രിങ്ക്സിൻ്റെ ഒക്കെ അപേക്ഷിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാനിക്കയും കൂടെയാണ് അത് ഫുള്ള് കുടിച്ച് തീർത്തത്. അതെല്ലാം കഴിഞ്ഞിട്ട് പാത്തൂനെ നേരെ ഫൻറ്റൂറയിലേക്ക് കൊണ്ടുവന്ന് അത് കഴിഞ്ഞിട്ട് പാത്തൂനുള്ള ഡ്രസ്സ് വേറെ സെപ്പറേറ്റ് നോക്കാമെന്ന് കരുതി. ഫൻറ്റൂറ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഇതുവരെയായിട്ട് അവൾ ഇങ്ങനത്തെ ഐറ്റംസിലൊന്നും ഇപ്പോൾ 1.5 വയസ്സ് പ്രായമല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇങ്ങനത്തെ സ്ഥലത്തൊന്നും ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോയിട്ടില്ലായിരുന്നില്ല. അപ്പോൾ ഇന്ന് ലുലുവിൽ വന്നപ്പോൾ എന്തായാലും ഫൻറ്റൂറ കയറി ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സാധനത്തിലൊന്നും അവളെ കയറ്റുകയോ ഇല്ല. പൈസ ഇതാക്കി നമ്മൾ കാർഡ് എടുത്തില്ല. കാരണം ഇപ്പം എന്ന് പറയുമ്പം കുഞ്ഞ് ഒരു സാധനത്തിനകത്ത് കയറി വേറൊരു സാധനത്തിനകത്തേക്ക് പെട്ടെന്ന് തന്നെ പോകും. അപ്പം നമ്മൾ വെറുതെ പൈസ കൊടുത്തൊന്നും ചെയ്യേണ്ട. ആദ്യം ഞങ്ങൾക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവളെല്ലാം ഉപയോഗിക്കുന്നുണ്ടോയെന്നൊന്നും അറിയണമായിരുന്നു. കയറി എല്ലാം ഒന്ന് പരിചയപ്പെടണമല്ലോ. അപ്പോൾ ആദ്യം ഒരു വാനിൽ കൊണ്ടിരുത്തി. ഇതെന്താണ് സംഭവം എന്ന് പുള്ളിക്കാരിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. പിന്നെ പിന്നെ അത് മനസ്സിലായി കാറ് പോലത്തെ സംഭവമാണ് എന്ന്. അപ്പോൾ ആ സ്റ്റിയറിംഗ് അടുത്തുള്ള കാരണം പിന്നെ അതിനകത്ത് കയറി പതുക്കെ സ്റ്റിയറിംഗ് ഒക്കെ തിരിച്ച് ഇതെന്താണ് സംഭവം എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം
പതുക്കെ മൂവ് ഓൺ ആയി. ഇതെല്ലാം ക്ലിക്കായി, ഇതെല്ലാം കളിക്കണ സാധനങ്ങളാണെന്നൊക്കെ മനസ്സിലായി. പിന്നെ അതിൻ്റെ ഒപ്പം അതിനകത്ത് പാട്ടും കുറേ കാര്യങ്ങളൊക്കെ ഉള്ള കാരണം പതുക്കെ ആ മൈൻഡ് ആ രീതിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് തൊട്ടപ്പുറത്ത് വേറൊരു റേസിംഗ് കാർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കയറി കുറേ നേരം അതിനകത്തും കുറച്ച് എല്ലായിടത്തും ഒരു 5 മിനിറ്റ് പോലും തികച്ച് 1 മിനിറ്റ് പോലും തികച്ച് അവൾ ഇരുന്നിട്ടില്ല. എല്ലാത്തിൽ നിന്നും മാറി മാറി ഇങ്ങനെ കയറുമായിരുന്നു. അപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് നോക്കുമ്പോഴാണ് ഇത് ഈ സംഭവം കാണുന്നത്. 2 പേരെ അതിനകത്ത് ഇരുത്തിക്കൊണ്ടുണ്ടല്ലോ കീഴ്മേൽ പറിക്കുമായിരുന്നു. കണ്ടിട്ട് എന്നെ പേടിയായി. എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ഇക്കാക്ക് എന്തായാലും കയറൂല, പാത്തുവിനെ കയറ്റാൻ പറ്റൂല, വേറെ ആരും കൂടെ ഇല്ല. അപ്പോൾ പതുക്കെ ഞാൻ എന്നാൽ പിന്നെ ആവട്ടെ എന്ന് കരുതി അതങ്ങ് വിട്ടു. അത് കഴിഞ്ഞ് അവിടെ എല്ലാം ഒന്ന് കറങ്ങി എല്ലാം ഒന്ന് കണ്ട് അത് കഴിഞ്ഞ് പാത്തുവിനെ ഒരു എയ്റോപ്ലെയിനിലും കൂടെ കയറ്റണമായിരുന്നു. അപ്പോൾ അതൊക്കെ അതിനകത്തൊക്കെ കയറ്റി സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടുന്ന കണ്ടില്ലേ. എല്ലാം ഇപ്പോൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു 2ാമത്തെ പ്രാവശ്യം കൊണ്ടുവരികയാണെങ്കിൽ എല്ലാത്തിനകത്തും പാത്തു കയറിക്കോളും. അങ്ങനെ കുറച്ച് നേരം ഫൺ ടൂറയിൽ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ കഴിക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് ഫുഡുകൾ സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫുൾ ഹോൾ ചിക്കനും പിന്നെ കുബൂസ് സാലഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ നമ്മൾ അൽബേക്കിന്ന് ഇത് പോരാഞ്ഞിട്ട് 2 പീസ് ഗ്രില്ലും അതേപോലെ തന്നെ 2 പീസ് ബ്രോസ്റ്റഡും പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു 15 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ മേടിച്ച് വെച്ചിരുന്ന ആ ഒരു ഹോൾ ചിക്കൻ ഞങ്ങൾ 3 പേരും കൂടെ കഴിച്ചു കേട്ടോ. കുബൂസ് ഞാൻ എടുക്കാൻ മറന്നുപോയി, അത് കാരണം കുബൂസ് കഴിക്കാൻ പറ്റില്ല. പിന്നെ സാലഡും എന്നാൽ പിന്നെ കുബൂസിൻ്റെ ഒപ്പം വീട്ടിൽ പോയി കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ആ ചിക്കൻ മാത്രം ഞങ്ങൾ 3 പേരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. കുറച്ച് നേരത്തെ വെയിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ കാരണമാണ് ഇത് കഴിച്ച് തീരുമ്പോഴത്തേക്കിനും ആ സാധനം വരുമല്ലോ. പാത്തുവിനാണെങ്കിൽ ആ കിട്ടിയ സിപ്പർ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനകത്ത് വെള്ളം കുടിക്കണമെന്ന് വാശിയായി. പിന്നെ അത് ഞാൻ വാഷൊക്കെ ചെയ്തിട്ട് അവൾക്ക് അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ഈ ചിക്കനിൽ നിന്ന് കുറച്ച് ടെൻഡറായിട്ടുള്ള പീസുകളോ അതും എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രില്ലും അതേപോലെ തന്നെ ബ്രോസ്റ്റഡും വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ബ്രോസ്റ്റഡ് ആട്ടോ. എനിക്ക് അൽബേക്കിലെ ബ്രോസ്റ്റഡ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിനകത്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഉള്ളിൽ സ്പൈസ് കുറച്ച് ഉള്ള ടൈപ്പ് ബ്രോസ്റ്റഡ് ആണ് പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ സോസും മയണൈസും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ അതിനെക്കാട്ടി ടേസ്റ്റാണ്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഫ്രൂട്ട് ബേക്കറി ഒരു മിക്സഡ് ഫ്രൂട്ടിൻ്റെ ഒരു ജ്യൂസും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ ഇനി ഫുഡിങ് ഒക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ പാത്തുവിൻ്റെ ഡ്രസ്സ് എടുക്കാമെന്ന് കരുതി. അപ്പോൾ സമയം ഏകദേശം ഒരു 7 മണിയായിട്ടുണ്ടാവും. അപ്പോൾ 2-3 ഷോപ്പിൽ ലുലു തന്നെ നോക്കിയപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഡ്രസ്സ്. അവൾക്ക് പറ്റിയത് കിട്ടിയതുമില്ല, പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരു ഷോപ്പിൽ കയറിയപ്പം അവൾക്ക് പറ്റിയ ഒരു ഡ്രസ്സ് കിട്ടി. ഇത് നമ്മുടെ മുട്ടിൻ്റെ താഴെ വരെ കിടക്കുന്ന ഒരു ടൈപ്പാണ്. പാത്തൂനാണെങ്കിൽ 2 വയസ്സ് ഉണ്ടെങ്കിലും 1.5 വയസ്സിൻ്റെ ആളേ ഉള്ളൂ. അതായത് 1.5 വയസ്സിൻ്റെ ഉടുപ്പ് എടുത്താൽ മതി. അപ്പോൾ ആദ്യം ഞങ്ങൾ 1 വയസ്സിൻ്റെയാണ് ഇതിൻ്റെ എടുത്തത്. അപ്പോൾ അത് ബനിയൻ മോഡലിൽ കിടക്കുമായിരുന്നു. അപ്പോൾ ഇത് ഈ മുട്ട് വരെ നിൽക്കേണ്ടതല്ല. പിന്നെ ഞങ്ങൾ 1.5 വയസ്സിൻ്റെ എടുത്തു. 1.5 വയസ്സിൻ്റെ എടുത്തപ്പോഴത്തേക്കിനും അവൾക്ക് കറക്റ്റായിട്ട് കിട്ടി. അതിനൊത്ത വണ്ണം ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം നമുക്ക് ഡ്രസ്സ് കുറച്ച് വയസ്സ് കുറച്ചെടുത്താലേ അവൾക്ക് പാകത്തിനുള്ളത് കിട്ടുള്ളൂ. അപ്പം നമ്മൾ 1.5 വയസ്സിൻ്റെ ഇതല്ല എടുത്തത്, ഇതിൻ്റെ കുറച്ചും കൂടെ സൈസ് വലുതായിട്ടുള്ളത് 1.5 വയസ്സിൻ്റെയാണ് എടുത്തത്. പുള്ളിക്കാരിക്ക് 2 വയസ്സായെങ്കിലും 1.5 വയസ്സിൻ്റെയാണ് എടുത്തത്. പിന്നെ കുഞ്ഞിന് ഷൂസ് എടുക്കണമായിരുന്നു. അങ്ങനെ അതും ഷൂസ് സെക്ഷനിൽ വന്നു. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഷൂ ആണ്. ഒരു പേർപ്പിൾ കളറിലൊരു ഷൂസാട്ടോ. ഇതല്ലാതെ വേറൊരു റോസ് കളറിൽ ഷൂസും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടും ഒരു 15 മിനിറ്റോളം അവളെ കൊണ്ട് ഇടിയിച്ച് ഞങ്ങൾ നടത്തിച്ചായിരുന്നു. കാരണം അവൾക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ പിന്നെ നമ്മളത് മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം രണ്ടും നല്ല സൂപ്പറായിട്ട് ഇട്ട് നടക്കണ്ടായിരുന്നു. അങ്ങനെ ഷൂവിൻ്റെ ഷോപ്പിംഗ് കൂടെ കഴിഞ്ഞ് നമ്മുടെ ഫുൾ പരിപാടികൾ ലുലുവിലെ കഴിഞ്ഞു. ഏകദേശം ഒരു 3:30-4 മണിയായപ്പോൾ നമ്മൾ വന്ന് കയറിയതാണ്. ഇപ്പം ഇറങ്ങുന്നത് 9 മണി സമയമായപ്പോഴാണ്. അത്രയും നേരം നമ്മൾ ലുലുവിലായിരുന്നു. എന്തായാലും ആ ഒരു ഡേ ഫുൾ അടിച്ചു പൊളിച്ചായിരുന്നു ഞങ്ങൾ 3 പേരും. ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഷോപ്പിങ്ങിൻ്റെ ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും ഒന്നും ബാധിച്ചില്ല. നല്ലോണം ഹാപ്പി ആയിട്ടിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഷോപ്പിംഗ് വ്ളോഗ്, പാത്തുവിൻ്റെ ബർത്ത്ഡേയുടെ ഷോപ്പിംഗ് ആയിട്ടുള്ള ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീണ്ടും കാണാം. ബൈ.